തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലും നീക്കങ്ങളും ഉണ്ടാകും. ഡോക്ടർ മോഹൻ റോയ് നമുക്കൊപ്പം ചേരുന്നു. ഡാനിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ മോഹൻ റോയ്, ഈ അഫാൻ നമ്മുടെ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി ജയിലിലെത്തി അദ്ദേഹം തൻ്റെ സാഹചര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഇന്നലെ ഈ ജയിലിലേക്ക് പോകുന്ന വഴിക്ക് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോടും ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. താൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു, ഇനിയും താൻ ആത്മഹത്യ ചെയ്യും എന്ന ഒരു ഭീഷണി സ്വരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മാനസിക അവസ്ഥ സംബന്ധിച്ച് സംശയമുണ്ടോ? മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്നപ്പോൾ പോലീസിനെ കൈമാറുമ്പോൾ മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല എന്നതാണ് റിപ്പോർട്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അല്ല, ഒരു വ്യക്തിക്ക് ആ മാനസിക പരിശോധന റിപ്പോർട്ട് എന്താണെന്നുള്ളതാണ് വിശദമായി മനസ്സിലാക്കേണ്ടത്. ഒരു വ്യക്തിയുടെ മാനസിക നില എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് തന്നെ മാറാവുന്നതാണ്. ആ സമയത്ത് അവിടുത്തെ ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന മാനസിക രോഗ പ്രശ്നങ്ങളില്ല എന്നാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അത്തരത്തിലല്ലാതെ ഈ വ്യക്തി ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കാരണം എന്താണെന്നും ഇപ്പൊ ഒരു ആത്മഹത്യ ഭീഷണി മുഴക്കുന്നതും ആത്മഹത്യ ശ്രമം നടത്തുന്നതും ഒരു ആത്മഹത്യ ചെയ്യുന്നതും അത് മൂന്ന് കാര്യങ്ങളായിട്ടാണ്. അത്തരത്തിൽ അതിനെ വിലയിരുത്തേണ്ടതുണ്ട്. പക്ഷെ ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ധാരാളം കുറ്റാരോപിതർ ഇത്തരത്തിൽ ജയിലിൽ വന്നതിന് ശേഷം ആത്മഹത്യ ചെയ്ത ധാരാളം സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ പോലെയുള്ളവരെ ജയിലിൽ പാർപ്പിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കരുതൽ സംവിധാനങ്ങളും മറ്റും വേണ്ടതുണ്ട്. അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ ആദ്യം ഒരു കൂട്ടാത്മഹത്യക്ക് പ്ലാൻ ചെയ്തതാണെന്നും അതിനോട് അദ്ദേഹത്തിന്റെ അമ്മ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചു, അതിനുശേഷമാണ് ഈ ഒരു കൂട്ടപ്പുരയിലേക്ക് പോയ നമുക്ക് അദ്ദേഹം ആദ്യം മൊഴിഞ്ഞ പറ്റിയിരുന്നതായ റിപ്പോർട്ടുകളുണ്ടല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരത്തിലൊരാളെ ജയിലിൽ വരുമ്പോൾ അതനുസരിച്ചുള്ള കരുതലും സുരക്ഷയും അദ്ദേഹത്തിന് നൽകേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഈ വ്യക്തിയെ നിയമാനുസൃതമായി നിയമ സംവിധാനത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഒരു വിചാരണ നടത്താനുള്ള സംവിധാനം കൂടി നമ്മൾ ചെയ്യുന്നത്. ഡോക്ടറെ, ഈ സാധാരണ രീതിയിൽ ഇത്തരം കൊടും കുറ്റവാളികൾ പലപ്പോഴും ഈ തനിക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നത് ഒരു നിയമപരമായ ഒരു പഴുതാക്കി മാറ്റാൻ ബോധപൂർവമായ ശ്രമം നടത്തി കണ്ടിട്ടുണ്ട്. ചില കേസുകളിലെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷേ ഈ അഫാൻ അങ്ങനെ ഒരു ബോധപൂർവമായ നേരത്തെ ഒരു ഇത്തരം ക്രിമിനൽ ഒഫൻസുകൾ നടത്തിയ വ്യക്തിയല്ല, അങ്ങനെ തെളിവുകളൊന്നുമില്ല. അപ്പോൾ അത്തരം സാധ്യത ബോധപൂർവമായി ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ടോ? അല്ല, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത്തരത്തിലുള്ള കുറ്റവാളികൾ മാനസിക രോഗമുണ്ടെന്ന് അഭിനയിക്കുന്നത്. നോക്കൂ, അത്തരത്തിൽ മാനസിക രോഗമുണ്ടെന്ന് ഒരാൾ അഭിനയിച്ചാൽ പോലും അത് യഥാർത്ഥത്തിലുള്ള മാനസിക രോഗമാണോ അതോ മാനസിക രോഗം അഭിനയിക്കുന്നതാണോ എന്നുള്ളത് തിരിച്ചറിയാനായി പരിചയസമ്പന്നരായ മനോരോഗ ചികിത്സകർക്ക് സാധിക്കും. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് ഈ പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് മുമ്പ് അവർ ആ പ്രക്രിയയും ചെയ്തിരിക്കും. അതൊന്നാമത്തെ കാര്യം. ഈ രണ്ടാമത്തെ കാര്യം, നമുക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഒരു വ്യക്തി ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാനസിക രോഗം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടും. അത് യഥാർത്ഥത്തിൽ ഒരു തെറ്റിദ്ധാരണ. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാനത് വ്യക്തമാക്കാം. നമുക്കെല്ലാവർക്കും പണ്ടറിയാവുന്ന തളത്തിൽ ദിനേശ് എന്നൊരു കഥാപാത്രം ശ്രീനിവാസൻ അവതരിപ്പിച്ച ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തിന് നമ്മൾ വിലയിരുത്തിയില്ല. അദ്ദേഹത്തിന് സംശയരോഗം, അദ്ദേഹത്തിന് ഭാര്യയെ സംശയമാണ്. ഈ ഭാര്യയെ സംശയമുള്ള തളത്തിൽ ദിനേശ് ഒരു ദിവസം റോഡിൽ ഇറങ്ങി നടക്കുന്നു. അയാൾ ഒരാളുമായി ഒരു വാക്തർക്കത്തിൽ ഏർപ്പെടും. അടുത്ത് കിടക്കുന്ന ഒരു കല്ലോ കട്ടയോ എടുത്തോ കത്തി കൊണ്ട് കുത്തിയോ അയാളെ കൊല്ലുന്നു. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കും, തളത്തിൽ ദിനേശിന് മാനസിക പ്രശ്നമുണ്ട്. തളത്തിൽ ദിനേശൻ കുറ്റവാളിയാണോ? അതെ. പക്ഷെ തളത്തിൽ ദിനേശിന് മാനസിക രോഗമുണ്ട് എന്നതിന്റെ ആനുകൂല്യം കിട്ടി തളത്തിൽ ദിനേശിനെ ശിക്ഷിക്കാതിരിക്കും? ഒരിക്കലുമില്ല. മാനസിക രോഗത്തിന്റെ തീവ്രത കൊണ്ട് താൻ ചെയ്യുന്ന പ്രവൃത്തി നിയമത്തിനെതിരാണെന്നും അത് നിലവിലുള്ള നിയമത്തിനെതിരാണെന്നും തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ട ഒരാൾ, അത്രയും ഗുരുതരമായ രീതിയിൽ മാനസിക രോഗം വന്ന ഒരാൾ ചെയ്യുന്ന കുറ്റകൃത്യത്തിന് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരിളവ് ലഭിക്കുന്നത്. നമ്മൾ നിർഭാഗ്യവശാൽ വളരെയധികം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലൊരു കാര്യമുണ്ടെങ്കിൽ അതിനെതിരായുള്ള പ്രതിരോധ നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നതാണ്. അങ്ങനെ അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇനിയല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ സമയത്ത് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനോനിലയിൽ കുഴപ്പമില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ജയിലിലെത്തി അദ്ദേഹത്തിന് ഒരു ഭീഷണി മുഴക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്
സംവിധാനങ്ങൾ ഒരുക്കേണ്ടതായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിചാരണയുടെ മുന്നിലേക്ക്, കോടതിയുടെ മുന്നിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുക എന്നുള്ള സ്റ്റേറ്റിന്റെ കടമ കൂടി നാം ചെയ്യുന്നു. ഓക്കെ ഡോക്ടർ, ഒരു കാര്യം കൂടി, ഇനി പോലീസിന് ഇതുവരെ ഈ പ്രതിയെ കസ്റ്റഡി കിട്ടിയിട്ടില്ല. അപ്പോൾ പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങാനാണ് ശ്രമിക്കുന്നതെന്നാണ് അറിയേണ്ടത്. ചോദ്യം ചെയ്യൽ നടക്കേണ്ടതുണ്ട്, ഒപ്പം തന്നെ ഈ തെളിവെടുപ്പ് അടക്കമുള്ള സ്വാഭാവിക നടപടിക്രമമുണ്ട്. ഈ ചോദ്യം ചെയ്യലിൻ്റെ ഘട്ടത്തിൽ ഇങ്ങനെ മാനസിക പ്രശ്നങ്ങൾ കാട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചോദ്യം ചെയ്യലിൻ്റെ ഘട്ടത്തിൽ ഒരുപക്ഷെ പോലീസിന് കൂടുതൽ ശാസ്ത്രീയ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരുമോ? അതിന് എന്താണ് അതിൻ്റെ നടപടിക്രമം? ഒപ്പം ഈ മാനസിക രോഗ വിദഗ്ധർ കൂടി പിന്തുണ, അവരുടെ സാന്നിധ്യത്തിൽ കൂടിയാവുമോ ഈ ചോദ്യം ചെയ്യലും? അത്തരം നീക്കങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത്തരത്തിൽ സാധ്യതയുണ്ട്. ഇപ്പൊ അദ്ദേഹം അന്ന് വരുമ്പോൾ തന്നെ മാനസിക രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുകയോ ഇനി ഒരു വേള അദ്ദേഹം അഭിനയിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സാധ്യത വെച്ചു. അങ്ങനെയാണെങ്കിൽ അപ്പോഴും മാനസിക രോഗ ചികിത്സ വിദഗ്ധരുടെ സേവനം വേണ്ടി വരും. ഇത് അദ്ദേഹം അഭിനയിക്കുന്നതാണോ അതോ യഥാർത്ഥത്തിലുള്ളതാണോ എന്നറിയേണ്ടി വരും. ഇനി അല്ല, അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് മുന്നോട്ട് പോകുമ്പോൾ മാനസിക രോഗ വിദഗ്ധരുടെ സേവനം തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യപ്പെട്ടാൽ ഉണ്ടാവുകയും ചെയ്യും. അത്തരത്തിലുള്ള വിലയിരുത്തലുകളും അത്തരത്തിൽ അവരെ അപകീർത്തിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും മനോരോഗ ചികിത്സയുടെ പരിധിയിൽ വരുന്നതാണ്. അവിടെയും അവരുടെ സാന്നിധ്യം നിയമപരമായ ആവശ്യമാണ്. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ മോഹൻ റോയ് പ്രതികരിച്ചതിന് ഒരു